സ്റ്റോക്ക് തീർന്നു. ദേ ഇതും കഴിച്ച് വേഗം അങ്ങ് സ്ഥലം വിട്ടോ. സൂര്യൻ ഉദിക്കാറായി. ഉദിക്കട്ടെ. ഇന്നിവിടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമാക്കും ഞങ്ങള്. ഇന്ന് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച ദിവസമാ. കൊച്ചേട്ടൻ കിടന്നോ? ഞങ്ങൾ ഇതെല്ലാം ഭംഗിയായിട്ട് കഴിച്ച് കാശ് ഇവിടെ വെച്ചിട്ട് ബാതിലിയാരിപ്പൊക്കൊള്ളാം. ഫസ്റ്റ് പുള്ളികള് വിശ്വസിച്ചേൽപ്പിക്കാം. എന്റെ കരളേ, എന്നെ വിളിച്ചോ? നിങ്ങളെയല്ല, ഇവൻ എന്നോട് വലിയ സ്നേഹമാ. കരളേന്ന് വിളിച്ചത് എന്നെയാ. ഓ, എന്താടാ തോമ? നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. നീ ചിന്തിക്കുകയേ വേണ്ട. ജീവിത അവസാനം വരെ ഞാൻ നിന്നെ വിട്ടു പോവില്ലടാ. നിന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാനുള്ള കെൽപ്പ് എനിക്ക് എന്നുണ്ടാകുന്നോ ആ നിമിഷം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. എന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാൻ നിനക്ക് ഈ ജന്മം പോരാ തുരപ്പാ. അരച്ച കരിയും 5 കിലോ പാമായിലും 3 കിലോ ഗോതമ്പും മോഷ്ടിച്ച് അത് 3ആയി വീതിച്ച് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ എന്നാരാധികെ നിന്നെ കെട്ടുന്നത്? എടാ തോമ, അപ്പൊ നീ എന്നോടല്ലേ ഇതുവരെ സംസാരിച്ചത്? ഓടാ പുല്ലേ, ഞാൻ എന്റെ രാധികയോട് സംസാരിക്കായിരുന്നു. എന്റെ പൊന്നു ദോസ്തുക്കളെ, ആ കാശും തന്നിട്ട് വേഗം അങ്ങ് സ്ഥലം വിട്ടോ. 110 രൂപ 50 പൈസ. കൊടു. 110 രൂപ 50 പൈസ. നീ കൊടു 110 രൂപ 50 പൈസ. അല്ല, ആശാൻ കൊടുക്കട്ടെ. ആശാനെ, ആശാനെ തരം കേട്ട്, തരം കേട്ട്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാ മതി. ഫുൾ ഫിറ്റ്. അപ്പൊ ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ? അപ്പൊ എന്റെ കാശ്? കാശല്ലേ ഈ ഇരിക്കുന്നത്. സർക്കാർ 5000 രൂപ വില പറഞ്ഞ ഉരുപ്പടിയായത്. കാലത്ത് പിടിച്ചു കൊടുത്ത അപ്പൊ കിട്ടും രൂപ 5000. 110 രൂപ 50 പൈസ അയച്ചു. ബാക്കി 4889 രൂപ 50 പൈസ നാളെ ഞങ്ങൾക്ക് തന്നേക്കണം. തന്നില്ലെങ്കിൽ ഒരനാഥ പ്രേതം പുളിങ്കുന്ന് പുഴയിൽ പൊങ്ങിക്കിടക്കും. അതിനിടയാക്കരുതേ കൊച്ചേട്ടാ. ഗുഡ് നൈറ്റ്. എന്റെ കർത്താവേ.